Hi students, we'll go through the remaining portions of association of variables. നമ്മൾ ഓൾറെഡി ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് പഠിച്ചു. അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് പഠിച്ചു. അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂൾസ് കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ, അതായത് ക്യൂ എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യൻറ്റും പഠിച്ചു. ക്യൂയുടെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പോൾ we'll just go through that once more and do some problems relating to that. Adinishesham, there is one more function or one more coefficient that you have to study, which is called the Yule's coefficient of colligation. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ സിമിലാരിറ്റീസും കൂടെ അറിയാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചത് ക്യൂ എന്ന് പേരുള്ള ക്യൂ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോഎഫിഷ്യൻ്റ് ആണ്. ആൻഡ് ദാറ്റ് വാസ് ദ യൂൾസ് coefficient of association. Coefficient of association. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്യൂയുടെ വാല്യൂ -1നും +1നും ഇടയിൽ കിട്ടും. ക്യൂയുടെ സൈൻ അനുസരിച്ച് രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള അസോസിയേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതല്ല ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ യൂൾസ് കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ നമുക്ക് തരുന്നത് രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള സ്ട്രെങ്ത് ഓഫ് അസോസിയേഷനും ഡയറക്ഷൻ ഓഫ് അസോസിയേഷനും ഉണ്ട്. ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതെല്ലാം. ഇതിനെപ്പറ്റി എല്ലാം ഒരു ഐഡിയ നമുക്ക് യൂൾസ് കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷനിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രോപ്പർട്ടീസ് എല്ലാം എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അതിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് എഴുതൂ, ഒരു ലൈനും കൂടെ എഴുതൂ. ദ യൂൾസ് കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ, Q, the Yule's coefficient of association, Q, gives us an idea about the strength and direction of association between two attributes. രണ്ട് attributes തമ്മിൽ association between two attributes. അപ്പോൾ അത്രയും വെച്ച് യൂൾസ് അസോസിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് ഫോർമുല? നമ്മുടെ കണ്ടിജൻസി ടേബിളിൽ നമുക്ക് 4 എൻട്രീസ് ഉണ്ടാവും. ഏതൊക്കെയാണ് 4 എൻട്രീസ്? ആദ്യത്തേത് AB എന്ന് പറയുന്ന എൻട്രി, അടുത്തത് A ബീറ്റ എന്ന് പറയുന്ന എൻട്രി, കാരണം A ആണ്, ഇത് A, ഇത് ആൽഫ, ഇത് B, ഇത് ബീറ്റ. അപ്പോൾ AB, A ബീറ്റ, ആൽഫ B ആൻഡ് അടുത്തത് ആൽഫ ബീറ്റ. അപ്പോൾ ഈ 4 വാല്യൂസ് ഉപയോഗിച്ച് ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? AB ഇൻറ്റു ആദ്യത്തെ സെല്ലും അവസാനത്തെ സെല്ലും എടുക്കണം, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് A ബീറ്റ രണ്ടാമത്തെ സെല്ലും മൂന്നാമത്തെ സെല്ലും ആൽഫ ബി ഡിവൈഡഡ് ബൈ ആ സെയിം സാധനത്തിന്റെ പ്ലസ് AB ആൽഫ ബീറ്റ പ്ലസ് A ബീറ്റ ആൽഫ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. സോ റൈറ്റ് എ ക്വസ്റ്റ്യൻ. The contingency table gives the data corresponding to the two attributes, dancing skills and singing skills. Find the value of the Yule's coefficient of association. Find the value of Yule's coefficient of association. എന്നിട്ട് ഈ ഒരു ടേബിൾ വരച്ചേ. Dancing skills, yes, no. Singing skills, yes, no.
ഇവിടെ 20, ഇവിടെ 10, ഇവിടെ 8, ഇവിടെ 30. Find the Yule's coefficient of association. എന്ത് ചെയ്യണം? കണ്ടിജൻസി ടേബിൾ തന്നിട്ടുണ്ട്, നമ്മുടെ Q ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ Q കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഫസ്റ്റും ലാസ്റ്റും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 20 into 30 മൈനസ് സെക്കൻഡും തേർഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 10 into 8 ഡിവൈഡഡ് ബൈ 20 into 30 plus 10 into 8. The value എന്താന്ന് കണ്ടുപിടിക്കൂ. This is called the Yule's. ഇതിന്റെ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ Qയുടെ വാല്യൂ. അപ്പൊ ഇത്രയും മാത്രം പോരാ, നിങ്ങൾ കമന്റും ചെയ്യേണ്ടി വരും. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? പോസിറ്റീവ് അസോസിയേഷൻ എഴുതും. കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അസോസിയേഷൻ എഴുതും. കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്ന് എഴുതും. പിന്നെ 1നോട് തൊട്ടടുത്ത വാല്യൂ ആണെങ്കിൽ സ്ട്രോങ് പോസിറ്റീവ് എഴുതണം. -1നോട് തൊട്ടടുത്ത വാല്യൂ ആണെങ്കിൽ സ്ട്രോങ് നെഗറ്റീവ് അസോസിയേഷൻ എന്ന് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷോർട്ട് വീഡിയോയും കൂടെ കാണും. വൺ മോർ ഫംഗ്ഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ എന്ന് പറഞ്ഞിട്ട്. ഐ വിൽ ഡു ഇറ്റ് ആസ് ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ദിസ് ഇനഫ് ഹിയർ.